അതുപോലെ നരേന്ദ്രമോദി നമ്മുടെ ജി ഡി പിയുടെയും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോലും ഭാരതത്തിന്റെ റുപ്പീസ് അവിടെ എടുക്കുന്നു എന്നുള്ള ആ ഒരു വലിയൊരു നേട്ടം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. acceptance of Indian rupee is becoming a global currency. അത് അംഗീകരിക്കേണ്ട വസ്തുതയാണ്. അടുത്തൊരു 10 വർഷം പോകുമ്പോൾ ഈ ഡോളറിനെ പോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന തലത്തിലേക്ക് ഇന്ത്യൻ റുപ്പി മാറും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് നരേന്ദ്രമോദിക്കും ഭാരതത്തിനും, ഞാൻ നരേന്ദ്രമോദി എന്ന് പറയുന്നതിനേക്കാളും ഭാരതത്തിന് കിട്ടുന്ന ആക്സെപ്റ്റൻസ് എന്ന് കാണാനാണ് എന്റെ ആഗ്രഹം. ഈ ഭാരതത്തിന്റെ യശസ് ഉയർത്തുക എന്ന് മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ നിന്ന് രൂപം കൊണ്ട, അല്ലെങ്കിൽ ആ സംഘടനയിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സത്യത്തിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തിന് സമ്മാനിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതം എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ വലിയ ഒരു എന്താ പറയാ, ഒരു വിശ്വഗുരു എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്ന സമയമാണ് മുന്നിലോട്ട് വരുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് ഇനി ഏതായിരുന്നു ഞാൻ അഡ്രസ് ചെയ്യാത്ത ജി ഡി പിയുടെ ആ ഒരു വളർച്ച? GDP ഒബിയസ്ലി നമ്മൾ പറഞ്ഞു 1.7-ൽ നിന്ന് 4 ട്രില്യണിലേക്കാണ് നമ്മൾ ഇപ്പോ കയറിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ. അതുപോലെ ഇവിടെ പിന്നെ പറയുന്നൊരു ഇതൊരു ചൊറിച്ചിലുകാരനാണ്. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് വിലക്കയറ്റം അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ അൺഎംപ്ലോയ്മെന്റ് മെഷർ ചെയ്യുന്നത് ഇന്ത്യയില്? അതിനൊരു ആൻസർ വേണ്ടേ? ഏതോ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുന്ന കണക്കാണോ അൺഎംപ്ലോയ്മെന്റിന്റെ കണക്ക്? ഞാൻ ഇതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ചില കണക്കുകൾ അങ്ങോട്ട് പറയാം. ഇന്ത്യയില് ഇൻകം ടാക്സ് കളക്ഷൻ ഫോർ അബൌട്ട് 6 lakh crores ആയിരുന്നു 2014-ല്. അന്ന് 2.5 lakh ആണ് അന്നത്തെ എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇന്ന് അത് 5 ലക്ഷമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതില് ചില തർക്കങ്ങൾ എനിക്ക് തന്നെയുണ്ട്. ഞാൻ ബൈജു ചേട്ടന്റെ ചാനലിൽ ഇരുന്നിട്ട് നിർമ്മലാ സീതാരാമനെ ഘോരം എതിർത്ത ആളാണ് ഈ ഇക്കണോമിക്കലായിട്ടുള്ള കാര്യത്തിൽ. അപ്പോ 5 ലക്ഷം രൂപ വരെ എക്സംഷൻ കൊടുത്തിട്ട് 6 ലക്ഷം 5 ലക്ഷത്തി ശിഷ്ടം കോടി രൂപ ഇൻകം ടാക്സ് കളക്ഷൻ ഉണ്ടായിരുന്നത് ഇപ്പൊ 12.4 ലക്ഷം കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ഇവിടുത്തെ എന്താ പറയാ, ദരിദ്രരാണോ പൈസ ഉള്ള ആൾക്കാരാണോ? 5 ലക്ഷത്തിൽ മുകളിലുള്ള ആൾക്കാരാണല്ലോ എന്ത് തന്നെയായാലും. ഇനി രണ്ടാമതൊരു കണക്ക് പറയാം. 18 ലക്ഷം കാറുകളാണ് ഇന്ത്യയില് 2014-ൽ വിറ്റുകൊണ്ടിരുന്നത്. ഇന്നത് 43 ലക്ഷം കാറുകളാ. കാറ് വാങ്ങുന്നതൊക്കെ ഇവിടുത്തെ പട്ടിണി പാവങ്ങളാണല്ലോ. തൊഴിലായ്മ വേതനം മേടിക്കുന്ന കാശ് കൊണ്ട് കാറ് വാങ്ങാൻ സാധിക്കില്ലോ. ഏതാണ്ട് 23,000 ഹൗസ് ഹോൾഡ് പ്രൊജക്ടുകളായിരുന്നു ഇന്ത്യയിലെ 2014-ല്. 23,000. ഇന്നത് 78,000. എനിക്ക് ചിരി വന്നത് മറ്റൊന്നുകൊണ്ടല്ല, നമ്മുടെ ചോദ്യം ചെയ്യിക്കുന്ന ആശാനോ അറിയില്ല, ജോസി ജോൺ കീഴടങ്ങിയിരിക്കുന്നു. ഇയാൾ കള്ളം മാത്രം പറയുന്നു. അവസാനത്തെ ആയുധം എടുത്തിട്ടുണ്ട്. തുടർന്നോളൂ. കള്ളം മാത്രം. നിങ്ങൾ ഡാറ്റ എടുത്ത് പരിശോധിക്കുന്ന ഓട്ടോ സെയിൽസ് ഇൻ ഇന്ത്യ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കൂ. എന്ത് ജോണേട്ടനായാലും ശരി ഗൂഗിളിൽ അടിച്ചു നോക്കൂ. 43 lakh ആണ് ഒരു പുതിയ കാറിന്റെ കച്ചവടമായിട്ടാണ് ഞാൻ പറഞ്ഞ ചേട്ടാ. പുതിയ കാറിന്റെ അത് 18 ലക്ഷത്തി ശിഷ്ടായിരുന്നു, വളർന്നു. അതുപോലെ 23,000 ഹൗസ് ഹോൾഡ് പ്രൊജക്ടുകൾ, റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ നിലവിൽ അത് 78,000 പ്രൊജക്ട്സുകളാണ്. ഞാൻ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ ഷെയർ ചെയ്ത സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ശോഭ ഡെവലപ്പേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നെ ഫോൺ ചെയ്തു. എങ്ങനെയൊക്കെയോ നമ്പറൊക്കെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ഞാനായിട്ട് ഒരുപാട് നേരം സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, കൊറോണയ്ക്ക് മുമ്പ് 45 മുതൽ 50 യൂണിറ്റ് വരെ ഒരു മാസം ആവറേജ് വിറ്റിരുന്ന ഞങ്ങൾ ഇപ്പോൾ വിൽക്കുന്നത് 250 മുതൽ 280 യൂണിറ്റ് വരെയാണെന്ന്. ഒരു ശോഭയുടെ കണക്കാട്ടാ ഞാൻ പറഞ്ഞേ. ഇതുപോലെ പൂർവങ്കരയുണ്ട്, ഇതുപോലെ DLF ഉണ്ട്, ഇതുപോലെ മറ്റേ അസറ്റ് ഹോംസ് ഉണ്ട്, ഇതുപോലെ മറ്റേ പ്രസ്റ്റീജ് ഉണ്ട്, നെപ്റ്റ്യൂൺ ഉണ്ട്, മറ്റേ പ്രോസോൺ റിയാലിറ്റി ഉണ്ട്, ടപ്പാരിയ കൺസ്ട്രക്ഷൻസ് ഉണ്ട്, തുടങ്ങിയ നമ്പർ ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ട്. ഇവരുടെയൊക്കെ വീടും ഫ്ലാറ്റും റെസിഡൻഷ്യൽ പ്രൊജക്ട്സുകളൊക്കെ ബുക്ക് ചെയ്യുന്നതും കാശ് കൊടുത്ത് വാങ്ങുന്നതൊക്കെ ഇവിടുത്തെ മറ്റേ തൊഴിലായ്മ വേതനം വാങ്ങിയിട്ടാണ് ഈ ആൾക്കാര്. 7 ലക്ഷം ആൾക്കാരാണ്
ഈ ബൈജു ചേട്ടന്, ഈ ചാനൽ ചർച്ച നടത്തുന്ന ബൈജു ചേട്ടന് എന്താ തൊഴില്? നിങ്ങൾക്ക് എന്താ തൊഴില്? നിങ്ങൾ സർക്കാർ ചാനൽ നടത്തുകയാണ്. നിങ്ങള് പ്രാക്ടിക്കലി നിങ്ങളൊരു സർക്കാർ വ്ളോഗറാണ്. അല്ല. യെസ്. വ്ളോഗിങ് ഒരു തൊഴിലൊന്നല്ലടോ. അല്ല. സർക്കാർ കണക്കിന് വ്ളോഗിങ് തൊഴിലാണോ? നോ. അല്ല. നിങ്ങളൊരു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആളല്ല. നിങ്ങളൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളല്ല. നിങ്ങളൊരു നോ. സർക്കാർ ഉദ്യോഗസ്ഥനല്ല. നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളല്ല. നിങ്ങളൊരു കട നടത്തുന്ന ആളല്ല. നിങ്ങളൊരു ഹോട്ടൽ നടത്തുന്ന ആളല്ല. നിങ്ങള് യൂട്യൂബിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാള്. ശരിയല്ലേ? യെസ്. യെസ്. അത്രേ ഉള്ളൂ. എന്റെ കണക്കനുസരിച്ച് 1-2 ലക്ഷം രൂപയ്ക്കാണ് മാസം വരുമാനം. ആരോടും പറയണ്ട. ബൈജു ചേട്ടൻ എന്ന് പറയുന്ന ആള് സിസ്റ്റത്തിന്റെ കണക്കിൽ യു ആർ ആൻ അൺഎംപ്ലോയിഡ് പേഴ്സൺ. യെസ്. ഇവിടത്തെ കളക്ടർക്ക് കിട്ടുന്നതിനൊക്കെ കൂടുതൽ പൈസ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ഷുവർ. അത് കണക്കിൽ വരില്ല എന്നർത്ഥം. അത്തരത്തിലുള്ള 7 ലക്ഷം പേരുണ്ടെന്ന് ഇന്ത്യയില്. 50,000-ൽ കൂടുതൽ വാങ്ങുന്ന 7 ലക്ഷം യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഇന്ത്യയില്. 7 ലക്ഷം 75 ലക്ഷം 7 ലക്ഷം. ഞാൻ പറയുന്നത് 50,000-ന്റെ മുകളില് സംഖ്യ വാങ്ങുന്ന. അതിന്റെ താഴെ 25,000 ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്. ഇറ്റ്സ് ഹ്യൂജ്. ഇതൊക്കെ സർക്കാർ കണക്കിലെ അൺഎംപ്ലോയ്മെന്റാ. ഇവിടത്തെ ഈ ഇടതുപക്ഷം പറയുന്നത് പോലെ സഹകരണ ബാങ്കിലെ ജോലിയും അവര് പിൻവാതിലൂടെ കൊടുക്കുന്ന നിയമനവും PSC റാങ്ക് ലിസ്റ്റും മാത്രമല്ല കേട്ടോ തൊഴില്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കൊരു പണിയില്ല സത്യത്തില്. സിസ്റ്റം പ്രകാരം നോക്കിയാൽ ഞാൻ ഈ ജന്മം ഈ ദിവസം വരെ ഒരു പണിക്കും പോയിട്ടില്ല. മനസ്സിലായി? അതുപോലെ അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 634 ലക്ഷം MSMEകളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. 634 ലക്ഷം. ഈ MSMEകളിലൊക്കെ തൊഴിലെടുക്കുന്ന ആൾക്കാർക്കൊന്നും പണിയില്ല എന്നായിരിക്കും സർക്കാർ കണക്കിൽ. പക്ഷെ ദേ ആർ ഏണിങ് സംതിങ്. അങ്ങനെ ഏൺ ചെയ്യാതെ ഈ രാജ്യത്തിന്റെ GDP ഇങ്ങനെ വളരില്ല. ആ ഏൺ ചെയ്യുന്നത് കൺസ്യൂം ചെയ്യാതെ ഒരിക്കലും രാജ്യത്ത് ഇത്രയും വലിയ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. മറ്റേ പർച്ചേസ് മാനേജർ ഇൻഡെക്സ് എന്ന് പറയും, PMI. ലോകത്തെ ഏറ്റവും ഹയസ്റ്റ് റേറ്റില് PMI ഉള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ 13 ഇൻഡസ്ട്രികളിലെ പർച്ചേസ് മാനേജേഴ്സ് ഓരോ മാസവും വാങ്ങുന്ന സാധനത്തിന്റെ കണക്ക് വെച്ചിട്ടാണ് ഈ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ ആ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വരുന്നത്. അങ്ങനെ അത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള രാജ്യം ഇന്ത്യയാണെന്ന്. അപ്പോ ഈ രാജ്യത്ത് നടക്കുന്ന മാനുഫാക്ചറിങ്ങിന് വേണ്ട റോ മെറ്റീരിയല് മറ്റേ എന്താ പറയാ പ്രൊക്വയർ ചെയ്യുന്ന പണി ചെയ്യുന്ന ആൾക്കാര് 13 ഇൻഡസ്ട്രിയിൽപ്പെട്ട ആൾക്കാരുടെ ഡാറ്റ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അധികം ഇത്തരത്തിൽ പ്രൊക്വയർമെന്റ് നടക്കുന്നത് ഇന്ത്യയിലാണെന്ന്. വെറുതെ പ്രൊക്വയർ ചെയ്തിട്ട് ഗോഡൌണിൽ എടുത്തു വെക്കാനല്ല, പ്രൊഡക്ഷൻ നടത്തി അടുത്ത സാധനമായിട്ട് ഈ മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട്. ആ ഇറക്കുന്ന സാധനം വാങ്ങാൻ ഇവിടെ ആളുണ്ട്. ആ വാങ്ങാനുള്ള ആളുടെ പൈസ ഉണ്ട്. അവൻ പലതരത്തിലുള്ള ബിസിനസ് ചെയ്തിട്ടും ജോലിക്ക് പോയിട്ടും പണം സമ്പാദിക്കുന്നുണ്ട്. ആ സമ്പാദിക്കുന്ന പണമാണ് ഈ സാധനം വാങ്ങാൻ അവൻ ഈ രാജ്യത്തെ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നത്. ആ സ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ നടക്കുന്ന കൺസംഷന്റെ പുറത്താണ് വീണ്ടും പർച്ചേസ് നടക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഇക്കണോമിക് സൈക്കിള് നടക്കുന്നത്. ആ ചേട്ടനെ തിരിഞ്ഞു എന്ന് അന്വേഷിക്കണം കേട്ടോ. ചേട്ടൻ ഇപ്പോ പിടുത്തം വിട്ട ചോദ്യങ്ങളാണ്. അത് പിന്നെ ഇവിടെ ചോദിക്കാൻ പറ്റിയ ക്വാളിറ്റി ഉള്ള ചോദ്യം അല്ലാത്തത് കൊണ്ട് നമുക്ക് വിട്ടുകളയാം. അച്ഛനും അമ്മയ്ക്കും വിളിക്കുക, ഇവൻ ഏത് മറ്റോനുണ്ടായതാണെന്ന് ചോദിക്കുക. അല്ല, പുള്ളി കണ്ടെത്തിയ മറ്റേ കാർ എടുക്കുന്നത് ലോൺ എടുത്താണ്. ലോണ് തിരിച്ചടവൊന്നും വേണ്ടാത്ത ലോണാണ് പുള്ളിയുടെ നോട്ടത്തിൽ. കാറ് കൊടുത്തു വിടുക, പിന്നെ കാറും കൊണ്ടുപോയവൻ ലോണുമായിട്ട് ഓടുക. ഇങ്ങനെയാണല്ലോ രാജ്യത്ത് നടക്കുന്നത്. അതെ അതെ അതെ, അതാണ് പറഞ്ഞതിന് ഈ ചേട്ടന്മാർക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇവര് ഈ ഈരഴ തോർത്തില് പരൽമീനെ പിടിച്ച് കളിച്ചിട്ടുണ്ട്. ആ തോർത്ത് കൊണ്ടിട്ട് വലിയ ഇക്കണോമിക്സ് വലിയ സ്രാവിനെ പിടിക്കാൻ വന്നാൽ ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ത്യ ചേട്ടൻ പുതിയ ചോദ്യം വീണ്ടും ചോദിച്ചിട്ടുണ്ട്, എയിംസിന്റെ നമ്പർ പറയാമോ എന്നുള്ളത്. എന്താ സംശയം? എയിംസിന്റെ നമ്പർ 22 പുതിയത് ഇപ്പോഴത്തെ കണ്ടീഷൻ. 22 numbers of aims in India. ചേട്ടനെ സംശയം അന്വേഷിക്കാൻ പറ. ഇത് ജോസി ജോൺ ഇത് ആണാണോ പെണ്ണാണെന്ന് പോലും ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെയാണ് ചോദ്യം. അതാണ് പിന്നെ
എവിടെയൊക്കെയാണ് എന്ന് പറയാമോ? ഞാൻ ഒറ്റ കാര്യം പറയാം. ഇന്ത്യയിലെ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ക്രെഡിറ്റ് റേറ്റിംഗില് കഴിഞ്ഞ 5 വർഷത്തില് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഗ്രോസ് NPA, നെറ്റ് NPA എന്നൊക്കെ പറയുന്ന നോൺ പെർഫോമിംഗ് അസറ്റ്. ഞാൻ ഈ പറയുന്ന യൂണിയൻ ബാങ്കിൻ്റെത് ഗ്രോസ് NPA എന്ന് പറയുന്നത് 12% ആയിരുന്നു 2014. ഇന്ന് എനിക്ക് തോന്നുന്നത് 5ന്റെ താഴെയാണ്. ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഒക്കെ നെറ്റ് NPA എന്ന് പറയുന്നത് 0.2% ഒക്കെ ചെയ്യുന്നു. 0.2%, ഹാർഡ്ലി നിൽ എന്ന് പറയാം. ഈ ചേട്ടൻ പറയുന്ന കണക്കിന് ലോൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് നിൽ NPA വരില്ലോ ബാങ്കിനൊക്കെ.